Hello guys, welcome back to Star Live Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫിനിക്സിൽ നിന്നൊരു പുതിയ ഡിവൈസ് കൂടി വരാൻ പോവുകയാണ്. ഇൻഫിനിക്സ് നോട്ട് 7. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുമ്പോൾ 6.95 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 206 grams ആണ്. ഒപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മീഡിയാടെക് ഹീലിയോ G70 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. XOS 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു ഫോൺ നമുക്ക് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റ് വരുന്നത് 4GB RAM ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ്. പിന്നെ ഒരു 4GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന മിഡിൽ വേരിയൻറ്റും ആൻഡ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 6GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. സോ 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. 48 MP ആണ് പ്രൈമറി സെൻസർ. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 2 MP മാക്രോ ലെൻസും 2 MP ഒരു ഡെപ്ത് സെൻസറും പിന്നെ ഒരു 2 MP ഡെഡിക്കേറ്റഡ് വീഡിയോ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ക്യാമറ നമുക്ക് 6GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. ഒപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ക്വാഡ് LED ഫ്ലാഷും നമുക്ക് അതിൻ്റെ താഴെയായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ 16 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേക്കകത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ചെറിയ പഞ്ച് ഹോൾ കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 5000 mAh ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അത്യാവശ്യം മികച്ച ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ മൈക്രോ USB പോർട്ടാണ് വരുന്നത്. നമുക്ക് Type-C പോർട്ട് ലഭിക്കുന്നില്ല. 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫോറസ്റ്റ് ഗ്രീൻ, എയ്തർ ബ്ലാക്ക്, ബൊളീവിയ ബ്ലൂ എന്നീ 3 കളേഴ്സിലും അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 7 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9499 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് June 10th ആണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇൻഫിനിക്സ് നോട്ട് 7 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മികച്ചൊരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു പഞ്ച് ഹോൾ കട്ടും അതുപോലെ തന്നെ വലിയൊരു ഡിസ്പ്ലേയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നെ മീഡിയാടെക് ഹീലിയോ G70 എന്നൊരു ഗെയിമിംഗ് ചിപ്സെറ്റും അതുപോലെ തന്നെ 48 MP ആകുന്ന ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും 5000 mAh ബാറ്ററിയും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവരുമ്പോൾ ഒരു അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച സ്പെസിഫിക്കേഷൻസോട് കൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോണായിട്ട് ഇൻഫിനിക്സ് നോട്ട് 7 മാറുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.